on a law chair. The problem. Finish stitching the shoe. Picks up the other one of the pair. എന്ത് കാണിക്കണേ? ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. എന്തെന്നാ അവര് കൊക്കുട പക്ഷി ഉണ്ടല്ലോ, അത് ഇത്ര പോരില്ല തൂവല് ഞാൻ ഇവിടെ ഏതോ ഒരു ഫയലിൽ വെച്ചിട്ടുണ്ട്, അത് കാണുന്നില്ലാന്ന്. എന്തിനാ തൂവല്? ആ തൂവലിന്റെ അറ്റത്തോണ്ട് ചെവി ഇങ്ങനെ കിരികിരിയാകുമ്പോ ഒന്ന് കുത്തുമ്പോ നല്ല സുഖം ഉണ്ടാവും. ഏടെ ആ തൂവല് കണ്ടിരിങ്ങ. ഒരു പണി ചെയ്യില്ല ഇവിടെ, എന്റെ പണി നടക്കില്ല. ഒന്ന് പോയി എവിടെയെങ്കിലും. സോറി ടീച്ചർ. സോറി ടീച്ചർ. ഇവിടെ ഞാൻ കൊച്ചിന്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന്. എന്തൊരു കഷ്ടം ഇത്. കണ്ടപ്പോ എന്ത് വില പിടിച്ച ഫയലാ തരയണെന്ന്. ഗുഡ് മോർണിംഗ് സാറേ. മോർണിംഗ്. ഇതെത്ര വൈകിയ? എന്താ സൈക്കിളൊക്കെ ചവിട്ടിണ്ട് എത്തണ്ട സാറേ? ഇത് തീർന്നില്ല അല്ലേ? ഇതിപ്പോ ഏത് വേണമെന്നൊരു തീരുമാനമായിട്ടില്ല. ആ ഇവിടെ തുടങ്ങിയോ? Its value equal to 10 Iranian riyals. അതെ സാർ വന്നാ? അകത്തുണ്ട്. അകത്തോ? ഇതിന്റെ ഉള്ളിലല്ല, സാറിന്റെ മുറിയില്. ഇതേതാ ടീച്ചർ? അത് നിഷ ടീച്ചർ. നല്ല ചന്തണ്ടല്ലേ? അതെ, പൈസ വാങ്ങിച്ചോണ്ടോ പേപ്പറിന്. ഇന്നലെ മൊത്തം ഇതിനായിരുന്നു പരിപാടി. തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴേലും സമയം കിട്ടുവാണെങ്കിലേ കുറച്ച് പെൻഡിങ് ഫയൽസ് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഒന്ന് നോക്കിയേക്കളെ. ധൃതിപ്പെടണ്ട, തിരക്ക് കഴിഞ്ഞ് സമയം കിട്ടുമ്പം മതി. കുഴപ്പമില്ല, അത് നടന്നോട്ടെ. പിന്നെ ചെയ്താൽ മതി, ഒപ്പടൽ നടക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ മതി. എന്താണ് ഇതിലേ ഏതൊപ്പം? ആ അങ്ങനെ എന്തെങ്കിലും പറയൂ. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ടീച്ചറേ, അല്ല മാഡം, ഇതിലേതൊപ്പാ നല്ലത്? അവിടെ പോയിരുന്നു തന്നെ നോക്കിയാൽ മതി. അല്ല എന്തിനപ്പത്? 3 വർഷത്തെ സർവീസും കൂടി ഇല്ലേ ഉള്ളൂ. അതെ. പെൻഷൻ ആവണതിന്റെ മുമ്പ് എങ്ങാനും പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒപ്പിടുമ്പോ ആ ഒപ്പിനൊരു ഇടുപ്പുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണേ. പിന്നെ ഇതൊന്നും കൊള്ളൂല സാറേ. അങ്ങനെയാണെങ്കിൽ സാർ ഒന്നുകൂടെ ട്രൈ ചെയ്യും. അതെ, നല്ലത് കിട്ടും. അല്ല അത് വേണം, സമയമുണ്ടല്ലോ. പറയാൻ പറ്റില്ല, ചിലപ്പോ വില്ലേജ് ഓഫീസർ ആയാലോ. Cobbler, please your change. സാറേ, സാറേ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാനൊരു ജോലിയിലല്ലേ, എന്നറിഞ്ഞൂടെ? സാർ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടേ നികുതി അടയ്ക്കണം. അത് അടച്ചിട്ടുണ്ട് സാറേ. എന്നാ നികുതി അടച്ച റെസിപ്റ്റ് കൊണ്ടാ. റെസീറ്റ് ഉണ്ട്. കാണിക്കേ. ഇത് മൊബൈല്.
ആഹാ, അപ്പൊ മൊബൈലിൽ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അയ്യോ അതല്ല സാറേ. എന്തല്ല എടോ 3 വർഷം കൂടി ഞാൻ സർവീസ് അത് കഴിഞ്ഞ പെൻഷൻ ആവേണ്ട ആളാ, കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കെ. അത് ശരി, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നവരാണെന്നോ കരുതേക്ക്? എന്താ സാറേ? എന്റെ സാർ ഒരു പേപ്പറിന് വേണ്ടിട്ട് കാര്യം സാധിക്കാൻ കണ്ടോ മൊബൈലിൽ ഒന്ന് സ്വാധീനിക്കുന്നത്, കൈക്കൂലി തരെയാണ്. അതെ തടുന്നേ. അതെ ഇതൊരു വില്ലേജ് ഓഫീസാണ്. അറിയാം സാറേ. ആ പിന്നെന്താ ഇവിടെ കൈക്കൂലി? കൈക്കൂലിയല്ല, ഞാനൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വന്നാണേ. ആ ഇപ്പഴാ പിന്നെ എന്തിനു വന്നാലും കരമടച്ച റെസീറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു. അതെന്താ അറിയോ, ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഖജനാവ് കാലിയാണ്. ഒരുപാട് ആളുകളുടെ കുടിശ്ശികണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പിരിച്ചെടുക്കുകയാണ്. അടച്ചിട്ടുണ്ട് സാറേ. 5 കൊല്ലത്തെ തുടർച്ചയായിട്ട് അടച്ച റെസീറ്റിന്റെ ഫോട്ടോയാണ്. ആ അത് ശരി. ഞാൻ ഇതാ സാറിനെ കാണിച്ചതാണ്. പിന്നെ മാത്രല്ല ഇത് മാത്രം പോരാ, മറ്റേ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഉണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാനിങ്ങോട്ട് വന്ന ബസ്സിന്റെ ടിക്കറ്റ് വരെ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നാളെ വരേണ്ടി വരില്ല സാറേ. ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം, എപ്പോഴൊക്കെയാ അത്? എനിക്ക് ഇന്ന് വേണം. ഇന്ന് കിട്ടില്ല. അയ്യോ, ഇന്ന് കിട്ടില്ല. ഇന്നിപ്പോ മാഡാണ്, മാഡത്തിന് എന്തോ ഭയങ്കര തിരക്കാ. ഇന്ന് റവന്യൂ മന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. ഞാനിത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഉണ്ടായില്ല, ഇടക്കിടക്ക് ഉണ്ടാവും ക്ലാസ്. ക്ലാസ്സാ? അതിന്റെ അല്ല ഈ മീറ്റിംഗേ. ആ അയ്യോ, അത്യാവശ്യമാണല്ലോ സാർ. എന്ന് വരേണ്ടി വരും. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മാഡം. ഏയ് മാഡം, മാഡം അതെ ഒരു മിനിറ്റ്. ഇയാള് മറ്റേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതാണേ. കൊടുത്തോ. അല്ല കൊടുത്തോന്ന് പറഞ്ഞപ്പോ അത് വെരിഫൈ ചെയ്ത് നോക്കണ്ടേ, എന്നിട്ട് അക്ഷരയ്ക്ക് അയക്കണ്ടേ? അത് അയക്കണ്ടേ? ഈ ക്ലാസ് ഇല്ലാത്ത സമയം അല്ല, മീറ്റിംഗ് ഇല്ലാത്ത സമയം എന്ന് പറയൂ. ഞായറാഴ്ച മുടക്കല്ലേ സാറേ? ആ ഞായറാഴ്ച മുടക്കല്ലേ മാഡം? മറ്റന്ന് കഴിഞ്ഞാ പിന്നെ ശനി ഞായറല്ലേ? തിങ്കള് അല്ലെങ്കിൽ ചൊവ്വ കേട്ടാ, അല്ലെങ്കിൽ മാഡം ബുധനാഴ്ചയാണ് പോകണം. വേണ്ട വ്യാഴാഴ്ച. വെള്ളിയാഴ്ച ആക്കാൻ പറ്റുമോ സാറേ? ഏടോ തൻ്റെ അല്ലേ കാര്യം അല്ലേ, ആവശ്യം എനിക്കല്ലേ, അപ്പൊ അത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണ്ടേ? വ്യാഴാഴ്ച എനിക്കൊരു അത്യാവശ്യം ഉണ്ടായി. ആ കുഴപ്പമില്ല, വെള്ളിയാഴ്ച വന്നോ കേട്ടോ, നമ്മൾ ശരിയാക്കി വെക്കാം. സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ നോക്കണമെങ്കിൽ നോക്കാം. വേണ്ട അതൊക്കെ അപ്പ കൊടുത്താൽ മതി. എന്റെ വീട് പൊന്നാരിമംഗലത്താണ്. ആ പൊന്നാരി അതന്നെ കണ്ടിട്ടുണ്ട്. ആ ഞാൻ ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട്. ആ അതന്നെയാണ്. ഓരോ കാര്യത്തിന് വരുമ്പോ 10 വട്ടമല്ല നടത്തണത്. അതെ വെള്ളിയാഴ്ച ഓക്കെ. ശരി സാർ. ആയിക്കോട്ടെ. മാഡം സാറേ, നികുതി അടച്ച കടലാസ്. നികുതി അടച്ച കടലാസ്. ഒരു മിനിറ്റ്. അല്ല സാറേ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. പറഞ്ഞോ സാർ. എന്താണ്? നമ്മളെ പഞ്ചായത്തിലെ TPRന്റെ അവസ്ഥ എങ്ങനെ? TPR ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി അത് 10 കുറവല്ലേ? അപ്പം നല്ലോണം കുറഞ്ഞു പോയാ? എന്തേനിപ്പോ കൂടണോ? സാധ്യതയുണ്ട് അങ്ങനെ? എന്താ കാര്യം എന്ന് പറയുന്നത്? എൻ്റെ മരുമോൻ്റെ കല്യാണം വെള്ളിയാഴ്ച. ലീവ് എടുത്തിട്ട് വേണം പോവാൻ. പോസിറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ മൊത്തം ലീവാണ് കല്യാണത്തിന് പോവാ. നമുക്ക് ലീവ് പോവില്ല. അതെ ഉണ്ണിയെ, ഈ കാര്യം ഇവിടെ ആ കസാലയിൽ ഇരുന്നിട്ട് പറയണതും ഇവിടെ നിന്നിട്ട് പറയണതും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? സാറേ, സാർ എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞു? ഞാൻ ഇനി എങ്ങനെ പറയണം? തലയ്ക്ക് വെളിവില്ലാത്തമാരി ക്ലാസ് അല്ലേ? അവിടെ വെച്ചോ. എന്തിനും പടം വെക്കണത്? അവിടെ വെക്കേ. സാറൊന്നും മിണ്ടാതിരിക്കും. സുരേഷ് വാലിപ്പറമ്പിൽ 8ാം വാർഡ്. വേണ്ടാത്തൊക്കെ വെക്കാനുള്ള ഫയലത്. സാർ
സാറേ നികുതി അടച്ച റെസിപ്റ്റ് ഇല്ല, നികുതി അടച്ചില്ല. നികുതി അടയ്ക്കാൻ വേണ്ടി വന്നാണ്. നോക്കി 38/1. ആ നികുതി അടയ്ക്കാന് ആ എത്ര? 38/1. 38/1. 38/1. ആ ഇവിടെ ഇല്ലേ അക്ഷരമുള്ളു. ഇതാ അക്കോ. ആ ഒന്ന് മാറും. എന്താ നിങ്ങൾ ഇവിടെ വന്ന് നോക്കണേ? അതിൻ്റെ അകത്ത് കുത്തിയാ പോരെ മാസേ? അവിടെ അല്ലേ? ആ ഇതിനകത്ത് കുത്തലാണല്ലോ സാധാരണ. സാറേ സാറേ ആ ഏ നികുതി അടയ്ക്കാൻ 38/1. അടച്ചോ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലത്. സാറാണ് ചെയ്യാം. ആ എന്റെ പൊന്നു സുഗതം സാറേ, ഒരു മിനിറ്റ് ഇടുന്നേ. എന്തേ? അതെ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കുത്തി പഠിച്ചൂടെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതല്ലേ. കഷ്ടമാണ് കേട്ടോ. എത്ര നിങ്ങളുടെ സർവേ നമ്പർ എത്രയാ? 38/1 സാർ. 38/1 മൊയ്തു തക്കാലപ്പറമ്പ്. 38/1. എടാ വരുണ്ടോ? വരുന്നുണ്ടല്ലേ മൊയ്തു? അതെ, ഇയാളോട് ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. അതിന് സത്യന്റെ സിനിമയൊന്നും കളിക്കുന്നില്ല. ഇവരിപ്പോ എപ്പോ വിളിക്കുവച്ചിട്ടാ നമ്മളിപ്പോ ഈ കാത്തു നിൽക്കണേ? എന്താ ആദ്യമൊക്കെ വന്നാലേ ഒറ്റയടിക്ക് അങ്ങോട്ട് കേറി ചെല്ലേ. ഇപ്പൊ അങ്ങനെ വരിയായിട്ട് ഇവിടെ നിക്കണം എന്നാ പറയണത്. അതെ അതെ കൊറോണയുടെ അതെ അതെ ഇതൊക്കെ കഴിഞ്ഞാ ഓടി കയറുന്ന ബസ്സിൽ. അതെ, അതെ. എന്താ അവിടുത്തെ തിരക്ക്? തിരക്ക് തുക്കിത്തിരക്ക് ബസ്സിൽ പോകും. പറയണ്ട. നിങ്ങൾ എന്തിനാ വന്ന്? ഞാൻ ഈ പെൻഷൻ മേടിക്കാൻ്റെ സർട്ടിഫിക്കറ്റ്, ഈ ജീവിച്ചിരിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അല്ല, അപ്പൊ നിങ്ങള് ജീവിച്ചിരിക്കണ്ടെന്ന് ഇപ്പൊ നിങ്ങക്ക് തോന്നണില്ലേ? എനിക്ക് തോന്നിയാൽ പോരല്ലോ. ഇവിടുന്ന് ആ പെൻഷൻ കിട്ടണമെങ്കിൽ ഇയാൾ വില്ലേജ് ഓഫീസർ എഴുതണം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എല്ലാ കൊല്ലും. എന്താ റബ്ബേ ഈ പറഞ്ഞ? അപ്പൊ അയാളുടെ മുമ്പിലല്ലേ നിങ്ങൾ ഇങ്ങനെ വടി പോലെ ചെന്ന് നിക്കണേ? എന്നിട്ട് മനസ്സിലാവണില്ല അത്രേ? ഇല്ല, അതല്ല നിയമം. ആ ഈ സർവേ നമ്പറിൽ നിങ്ങളല്ലല്ലോ നികുതി അടയ്ക്കുന്നത്. പിന്നാരാ? ഏതൊരു അബൂബക്കർ ആരാ? പോക്കറോ? ഓന്റെ കൗത്ത് ഞാൻ മട്ടു. ഓനെങ്ങനെ അടയ്ക്കൽ ഇന്റെ സ്ഥലത്തിന്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭൂമിയുടെ ആധാരവും അടിയാധാരവും എല്ലാം കൂടെ ആയിട്ട് പോവാ. അപ്പൊ നമുക്ക് നോക്കാം. അല്ല, അപ്പൊ കഴിഞ്ഞല്ലോ ഞാൻ ഇതിന്റെ അകത്ത് അടച്ചതാണല്ലോ. അത് അടച്ച് വേറെ ഏതെങ്കിലും സർവേ നമ്പർ കയറി പോയിട്ടുണ്ടാവും. അപ്പൊ ഇന്നിപ്പോ നികുതി അടയ്ക്കാൻ പറ്റൂല എനിക്ക്? ഇല്ല. അത് നിങ്ങൾ പണി ഒഴിവാക്കിയിട്ടാ നമ്മള് വന്നെന്നറിയും. ഇത് നിങ്ങളെ പേപ്പറൊക്കെ ആയിട്ട് വരൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് അവിടെ വരും സ്ഥലം കാണാൻ. ഇത് റീസർവേ ചെയ്യണം, എന്നാലേ ഇത് ശരിയാക്കാൻ പറ്റൂ. അല്ല, അതിനൊക്കെ ഇനി എത്ര ദിവസം കാത്തിക്കണം? സാറെങ്കിലും ഒന്നും കൂടി നോക്കി. അളന്നിട്ടൊക്കെ എന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ അവിടെ പോയിട്ടൊന്നും അപ്പൊ നിങ്ങളൊക്കെ ഇത് വാങ്ങാണ്ടായ പിന്നെ നമ്മക്ക് എങ്ങനെ എളുപ്പത്തിൽ കാര്യം നടക്കുക? തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുണ്യാളന്മാരായിട്ട് മാറുകയാണ്. ഓഫീസിലേക്ക് വന്നാ പൈസ കൊടുക്കാൻ ആർക്കും പൂതി ഉണ്ടെങ്കിലും വേണ്ടാന്ന് ചൊല്ലിട്ടോ. ഇവിടുത്തെ സാറുമാരൊക്കെ നന്നായി പോയി, ആർക്കും കായ് വേണ്ട. അല്ല, ഇപ്പൊ നിങ്ങളുടെ കാര്യം നടന്നോ? ഏവടാ നടക്കാന്ന് ഇനിയും നടക്കണം. ഇങ്ങോട്ട് 10 പ്രാവശ്യം ആരും കൈക്കൂലിയിട്ട് അങ്ങോട്ട് പോണ്ടോ. ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ മൂപ്പർക്ക് ഇപ്പൊ കാര്യം നടക്കാണ്ട് ഭ്രാന്തായിട്ടാ പോണത്. അല്ല, ഞാനൊന്ന് പോട്ടെ. അല്ല, നേരത്തെ വന്നാണ്. ആദ്യം ഞാൻ പോയിട്ട് എന്താ ഇപ്പൊ എത്ര നേരമായിട്ട് നമ്മളെ വിളിക്കാത്തെന്ന് ചോദിക്കട്ടെ. അത് ഞാൻ ചോദിച്ചാല അതിന് നിങ്ങക്ക് പരിചയം ഉണ്ടോലെ? അങ്ങനെ പെടലല്ല, ഞക്ക് പരിചയം ഉണ്ടോ അവിടെ? ഞാൻ ചോദിച്ചിട്ട് രണ്ടാളവിടെ നേരം കുറെ നിക്കണോന്ന് വിളിക്കുന്നുണ്ട്, വിളിക്ക് പറയാം. ആ നല്ലത്. നിങ്ങളിവിടെ നിന്നോളി, നിങ്ങളിവിടെ നിക്കന്നെ ഉള്ളു. അതെന്ത് പണിയാണ് അയാൾ ഈ കാണിച്ചത്? ഞാൻ പോയിട്ട് പോയി. ഞാൻ നോട്ടൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് മോളെ. ഫ്രിഡ്ജിലേ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അത് പട്ടിക്കുട്ടിക്ക് എടുത്ത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അച്ഛന് കൊടുത്താ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തേ? അല്ല, എന്റെ കായ് ഇങ്ങോട്ട് തന്നിട്ടില്ലേ? കായോ? നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം നികുതി അടച്ചതിന്റെ ബാക്കി കായ് പിന്നെ വന്നോളിയും പറഞ്ഞിട്ട് വിട്ടത്. അതെപ്പോഴാ വന്നേ? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം? എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? അത് പെങ്ങളുടെ സൗകര്യത്തിന് വരാൻ പറ്റുമൊക്കെ. അങ്ങോട്ടും കൂടെ തെക്കും വടക്കും എന്തോരം പണി ഉണ്ട് വെച്ചിട്ടാ നിങ്ങള്.
ഇപ്പൊ ആ പൈസക്കാണ് വന്നേ? അല്ലപ്പ അത് മാത്രല്ല അതും വേണോ. പിന്നെ അതല്ലാണ്ട് ഇപ്പൊ ഒരു എന്തപ്പ അതിന് പറയാ ഈ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലേ അതേ. അതല്ലേ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോയത്. അപ്പൊ നിങ്ങക്ക് നല്ല ഓർമ്മ വന്നല്ലോ. ഇപ്പൊ എന്റെ കായ് ഒന്ന് ഓർത്തോക്ക്, ഞാൻ തന്നിട്ട് ബാക്കി തരാ പറഞ്ഞത്. അതേമാതിരി ഓർത്തിട്ട് ഇങ്ങോട്ട് തന്നാളി. അപ്പൊ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാസം മേടിച്ചതുകൊണ്ടേ ഇനി ഇപ്പൊ കിട്ടുമോന്ന് എനിക്കറിയില്ല. വില്ലേജ് ഓഫീസറോടൊന്ന് ചോദിച്ചു നോക്ക്. ഇനിയിപ്പോ മൂപ്പരടുത്തേക്ക് തന്നെ പോണതിന് വേണ്ടി വരും. സ്ഥലായി. നിങ്ങളിന്റെ കായിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. നിങ്ങളെ എവിടെ കണ്ടല്ലോ ഞാന്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, ഇവിടെ തന്നെ. എന്നാ ശരി, കായിന്റെ മറക്കണ്ട. ഓ അതന്നെ അങ്ങോട്ട് കയറിക്കോ. ആ അപ്പുറത്തേക്കില്ല ഒക്കെ ഒരേ മാരത്തെ വിരിപ്പിട്ട കാരണം എങ്കടാ കിടക്കണ്ട അറിയണേ. നേരെ പോട്ടെ, നേരെ പോട്ടെ. ഉണ്ട് ഇവിടെ ഉണ്ട്, കയറിക്കോ. മാഷി കുടുങ്ങിയായിരിക്കും സാറേ. അതായിരിക്കും. ശരിയായപ്പത് ഒട്ടും ശരിയായിട്ടില്ല. ശരിയായില്ലേ? ഒരു ഓഫീസറുടെ മുറിയിലോട്ട് കയറി വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് കയറി വരണമെന്ന് അറിയില്ലേ ഇയാൾക്ക്? അല്ല സാറ്, എന്നോട് ഇപ്പൊ അവരാ പറഞ്ഞതേ സാറ് പെടണ്ട, അങ്ങോട്ട് പോയിക്കോളി പറഞ്ഞ തല്ലി ഉന്തിയിട്ട് വിട്ടാണ്. അന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി അങ്ങനെ അങ്ങോട്ട് പോയി. അല്ല, ഞാൻ നോക്കിയപ്പോ സാറ് ഇവിടെ ഇരിക്കണ്ട്, അതുകൊണ്ടാ വന്നത്. എന്താ കാര്യം? എന്താ പൊന്നാര് സാറേ, ഒരു വരുമാന സർട്ടിഫിക്കറ്റും കൂടി വേണേ. ഇയാള് കുറച്ച് ദിവസം മുമ്പ് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോയ ആളല്ലേ? കഴിഞ്ഞ മാസം വന്നത്, ഒരു മാസമായി ഇപ്പൊ ഞാൻ വന്നിട്ട്. ഇതെന്താ മാസം ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ എന്താ? അല്ല സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് എന്റെ പഠിക്കണ കുട്ടിയുടെ ഫീസ് അളവിന് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഒന്ന് കുറച്ച് കിട്ടാനാ ഞാൻ വന്നതേ. ഇപ്പൊ എന്റെ മോളുടെ കല്യാണത്തിന്റെ കാര്യത്തിന് ഞാൻ വന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണ ഇയാള്? അല്ല എന്റെ സാറേ, ഇതിപ്പോ അതിന്റെ മൂത്തതാണ്. ഓ, എന്താ പണി? കൃഷിപ്പണി, പിന്നെ അല്ലാത്ത പണിക്കൊക്കെ പോവും, നോട്ടീസ് കൊടുക്കാനൊക്കെ പോവുണ്ട്. സാർ ഇതൊന്ന് ചെയ്തു തരി. എന്താ വെച്ചാലേ, ഓളുടെ കല്യാണത്തിനായിട്ട് ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയി. ഇപ്പൊ മാനേജർ പറയാണ്, നിങ്ങളുടെ ഈ വരുമാനത്തിലൊന്നും നിങ്ങൾക്ക് ഇപ്പൊ ലോൺ കിട്ടില്ല. നിങ്ങൾ ആദ്യം വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കുക, അപ്പൊ അതില് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിലേ തരാൻ പറ്റുള്ളൂ. ഈ കൃഷിപ്പണിയായിട്ട് അടക്കണം നിങ്ങൾ എങ്ങനെയാണ് ലോൺ തിരിച്ചടക്കണേ? അല്ല, നിങ്ങളിപ്പോ ലോൺ തരൂലേ, അപ്പൊ എന്റെ കായി ആയില്ലേ, അപ്പൊ ഞാൻ പണക്കാരനാ പറഞ്ഞോളി. എന്ത് ഒലക്കല വർത്താനാണ് ഇയാൾ പറയണത്? എന്താ സാറേ ഇങ്ങനെ? അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 1.5 ലക്ഷം ഉറുപ്പ്യ വരുമാനമുള്ള ഒരു പൊടി ഒന്ന് കുറച്ച് തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് തന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി കുറച്ചാനും നിൽക്കണ്ടോ, നിങ്ങൾ കൂട്ടി തന്നാലും. നിങ്ങൾ അതെ, നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ തന്നിട്ടുണ്ടല്ലോ, അതിന്റെ കോപ്പി എടുത്ത് ബാങ്കിൽ കൊടുക്ക്. ഇവിടെ നിന്ന് സമയമെടുത്താൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ. അതിന്റെ കോപ്പി കൊടുത്താൽ ആ വരുമാനം പറ്റില്ലേ? ഇത്തിരി കൂടി ഒന്ന് കൂട്ടി കാണിച്ചിട്ട് തരേ നിങ്ങള്. ഇങ്ങടുത്ത് ഞാൻ പറഞ്ഞോ, ഇങ്ങടുത്ത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു, ദേഷ്യം പിടിപ്പിക്കരുത്. ഇത് പങ്കട് കൊണ്ടിട്ടിട്ട് തട്ടാണ് സാർ. ഇതിപ്പോ ഞാൻ പന്ത് പുറത്തടിച്ചു പോയ പന്ത് എടുക്കാൻ നടക്കണ ആൾക്കാരെ മാതിരിയായി ഇപ്പൊ ഞാൻ. എപ്പോഴും പറയണത് ഇടങ്ങറുകളല്ല എന്റെ കളി, ഇത് പിള്ളകളിയാ. മാസം വരുമാനം ഇങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞു.